എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോലിക്കൊക്കെ പോയി തിരക്ക് പിടിക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് എന്താ ഇത്ര എളുപ്പ വഴി എന്നല്ലേ? സാധാരണ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ അരി, ഉഴുന്ന്, ഉലുവയൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമ്മൾ നൈറ്റ് തിരിച്ച് വന്ന് അത് അരയ്ക്കണം. ഇങ്ങനെയൊക്കെയല്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായ പരിപാടിയാണ്. എൻ്റെ അമ്മ എനിക്ക് ഈ അരിയും ഉഴുന്നും ഉലുവയും എല്ലാം നന്നായി കഴുകി ഉണക്കി പൊടിയാക്കി ബക്കറ്റിലാക്കി തന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ്. രാത്രി ലേറ്റായിട്ട് വന്നാലും നമ്മൾ ഈ പൊടിയെടുത്ത് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നന്നായി കലക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും അത് നന്നായി പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഈ പൊടി വെച്ച് കലക്കി വെച്ചതാണോ അതോ അരി അരച്ച മാവ് തന്നെയാണോ എന്ന്. ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റാണ്, നല്ല ഇഡ്ഡലിയായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പൊടി കലക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ രാവിലെ ഇഡ്ഡലി നന്നായിട്ട് കിട്ടും. ഞാനിതിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് രാത്രി കലക്കി വയ്ക്കും. ഒരെളുപ്പം പുളിക്കാനൊരു സഹായം ആവുമല്ലോ എന്ന് കരുതിയിട്ട് നന്നായി പൊങ്ങി വന്നാൽ നമ്മൾ സാധാരണ നന്നായിട്ട് കലക്കി നോക്കും. അപ്പോൾ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കിത് പാകമായിരുന്നു ഞാൻ കലക്കി വെച്ചത്. അപ്പം ഇഡ്ഡലി തട്ടിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായി പുരട്ടി കുറേശ്ശെയായി ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറ്. മൺഡേ രാവിലെ എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും. പൊതുവെ വർക്കിംഗ് ഡേയ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഒട്ടപ്പാച്ചിലാണ്. കുട്ടികളും അമ്മയും അച്ഛനൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യവും ഇല്ല, തക്കാളി ചട്നിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇവിടെ എല്ലാവർക്കും തക്കാളി ചട്നിയാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ചട്നി എന്നാണ് ഞങ്ങൾ പറയണത്. കടലപ്പരിപ്പും വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് അല്പം മുളക് പൊടിയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ചട്ടി വെച്ചത് മറന്നുപോയി. കുട്ടികളെ മുടി കെട്ടാൻ വേണ്ടി ഓടിപ്പോയി. അല്പം പുകഞ്ഞു, സാരമില്ല. പിന്നെ ഇത് കുറേ നേരമൊന്നും നമുക്കിട്ട് വഴക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും ഉള്ളിയും വലിയ ഉള്ളി ഇട്ടതിന് ശേഷം തക്കാളി ഇടുക. അതിൻ്റെ പച്ചച്ചുവ മാറുക മാത്രമേ വേണ്ടൂ. അല്പം മുളക് പൊടിയും ചേർക്കുക. ഇനി കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തേങ്ങ ചെറുകി വെച്ചതുണ്ടെങ്കിൽ അതെടുത്ത് ഇടും. അല്പം മതി. ഇട്ട് ജസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ചമ്മന്തി വളരെ പെട്ടെന്ന് റെഡിയാവും. ഇഡ്ഡലിയും ചമ്മന്തിയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എളുപ്പമാണ്. വളരെ സോഫ്റ്റായ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ അമ്മയ്ക്കാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.